മദ്യലഹരി വിരുദ്ധ സമിതിയുടെ നല്ല രൂപതയുടെ ഒരു സമ്മേളനമാണിത്. പ്രിയപ്പെട്ട ഇടമരുന്നിച്ച പ്രസാദ് തിരുവിഴ, പ്രിയപ്പെട്ട മനീഷ തിരുമലച്ച, പ്രിയപ്പെട്ട നായകരി കടത്തുലിച്ച, പ്രിയപ്പെട്ട സാബു, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, അത്യപൂർവ ഭംഗിയും ശാരീരികമുള്ള ഒരു സമ്മേളനമാണിത്. വളരെ വേഗത്തിൽ വിളിച്ചുകൂട്ടിയ സമ്മേളനമാണെങ്കിലും ഈ നാളുകളിലൊക്കെ മാധ്യമങ്ങളിലൂടെ നല്ലപോലെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും രൂപത്തിൽ. വീട്ടിൽ ഞാനൊരു പുസ്തകത്തിൽ വായിച്ചൊരു കഥ ഓർക്കുകയാണ്. ഒരച്ഛനും ഒരു ഡ്രൈവറും മരണപ്പെട്ട് സ്വർഗത്തിൻ്റെ വാതിൽക്കലെത്തി. സ്വർഗത്തിലേക്ക് അവരെ പ്രവേശിപ്പിച്ചു. ഈ അച്ഛന് പുരോഹിതന് ഒരു കുടിലാണ് പത്രോസ് നൽകിയത്. ഡ്രൈവർക്ക് ഒന്നാന്തരം പാരിസ്. അച്ഛൻ പത്രോസിനോട് പറഞ്ഞു, ഇത് സ്വർഗമാണെങ്കിലും എന്നെ തരം താഴ്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പത്രോസ് പറഞ്ഞു, താങ്കൾ ദീർഘമായ ഒരു കാലഘട്ടം പ്രസംഗിച്ചെങ്കിലും താങ്കളുടെ പ്രസംഗത്തിന്റെ സമയത്ത് എല്ലാവരും ഉറങ്ങുകയായിരുന്നു. ഒരു ഫലവും ആർക്കും കിട്ടിയില്ല. ഡ്രൈവർ അതിശീഘ്രം വണ്ടി ഓടിച്ചതുകൊണ്ട് ജീവനിൽ കൊതിയുണ്ടായിരുന്നാൽ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടാണ്. അതാണ് കൊടുത്ത ഉത്തരം. നമ്മൾ ഒരുപാട് സംസാരിക്കുമ്പോഴും ഒരു ഫലവുമില്ലാതെ പോയേക്കാം. പക്ഷേ ഈ മേഖലയിൽ ദൈവം നമ്മോട് കരുണ കാണിക്കും എന്നതിൻ്റെ പ്രയാണം തന്നെയാണ് ബൃഹത്തായ ഈ സദസ്സ്. വാസ്തവത്തിൽ നമ്മുടെ സഭയുടെ സമുദായ സമ്മേളനം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ സഭയും സമുദായവുമായി ബന്ധപ്പെട്ട മറ്റൊന്ന് രണ്ട് കാര്യങ്ങളെ കുറിച്ചുള്ള ചുരുങ്ങിയ ചിന്തകളും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ലഹരി തൊട്ടുപോകരുത് എന്ന് നമ്മുടെ ഗവർണർ പലതവണ പറയുകയുണ്ടായി. ഇത്തരം സമ്മേളനങ്ങൾ പ്രതിരോധ വകുപ്പുകളാണ്. പ്രതിരോധിക്കേണ്ടത് നിങ്ങളാണ്. രൂപതയുടെ യാതൊരു ശല്യങ്ങൾ പോലെ അടുത്ത ആഴ്ച മുതൽ പ്രവർത്തിക്കേണ്ടതും നിങ്ങളാണ്. എങ്കിൽ മാത്രമേ ഈ വിപത്തെ നമുക്ക് തടയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ മീറ്റിംഗിന് ഇന്ന് വന്നിരിക്കുന്ന നിങ്ങൾ ഒരു കനൽ കട്ട പോലെയാണ്, തികട്ട പോലെയാണ്. നിങ്ങൾക്കൊരു ജ്വലനമുണ്ട്. നമ്മുടെ മക്കള്, നമ്മുടെ സഭാംഗങ്ങള്, സമുദായങ്ങള് നഷ്ടപ്പെടുന്നത് എന്ന വലിയൊരു ബോധ്യവും നമുക്കുണ്ട്. ഇതുപോലുള്ള വലിയ തിന്മകള് ചാടിക്കളിക്കുമ്പോൾ നമുക്ക് നിശബ്ദത പാലിക്കാൻ ഒക്കില്ല. നിങ്ങൾ നിശബ്ദരായിട്ടാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിലും നിങ്ങൾക്കുള്ളിൽ കത്തുന്ന ഒരു ജ്വാല ഉണ്ട് എന്ന് നിങ്ങളെ കാണുമ്പോൾ കഴിയും. നിങ്ങളുടെ സാന്നിധ്യമാണ് രൂപതയുടെ ഏറ്റവും വലിയ കരുത്ത്. നമുക്ക് എളുപ്പത്തിൽ കേരള സമൂഹത്തിന്റെ സാമൂഹിക അന്തരീക്ഷം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കാനും ചിലപ്പോഴെങ്കിലും പ്രയാസം ഉണ്ടായേക്കാം. മയക്കുമരുന്ന് വിപണിയിലെ ആളുകള് വലിയ
സംഘടിത സ്വഭാവമുള്ള വിതരണ ശൃംഖലക്കാരാണ്. ഈ ഒഴുക്കിനെതിരെയാണ് നമ്മൾ ശക്തി പ്രാപിക്കേണ്ടത്. ലഹരിയില്ലെങ്കിൽ ഒരു ത്രില്ല് ഇല്ല എന്ന ഒരു ചിന്ത തന്നെ യുവാക്കന്മാരുടെയും മുതിർന്നവരുടെയും എല്ലാം മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ട്. മാതാപിതാക്കളും അധ്യാപകനും വൈദികനും സമർപ്പിതനും സർവോപരി സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാം ഒന്നിച്ച് ഈ വിപത്തിനെ നേരിട്ടാൽ മാത്രമേ നമുക്ക് വിജയം കാണാൻ സാധിക്കുകയുള്ളൂ. കേരള സമൂഹത്തിൽ ഹിംസ ഒറ്റയ്ക്കുള്ളതല്ല, വ്യാപകമായി വരുന്ന ലഹരിയോട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അതിന്റെ പേരിൽ വെറുപ്പ് രാഷ്ട്രീയമുണ്ട്, വ്യാപകമാകുന്ന മതസ്പർദ്ധകളുണ്ട്, തീവ്രവാദത്തിലേക്ക് നയിക്കുന്ന ചിന്തകളുണ്ട്, വ്യാപകമാകുന്ന ജാതി ചിന്തകളുണ്ട്, സഭയോടുള്ള എതിർപ്പുണ്ട്, സിനിമകളോടും സീരിയലുകളോടുമുള്ള അമിതമായ അടുപ്പമുണ്ട്. അങ്ങനെ നിരവധിയായ കാരണങ്ങളുണ്ടാകാം. വാളും തോക്കും ചുറ്റികയും എടുത്ത് ഇറങ്ങുന്ന ഒരു കാര്യമാണല്ലോ ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആരെയെങ്കിലും കൊന്നാൽ സിനിമ വിജയിച്ചു, പ്രേക്ഷകർക്ക് സന്തോഷമായി എന്ന മട്ടിലാണ് നമ്മുടെ സാമൂഹിക സാംസ്കാരിക മേഖലയും മുൻപോട്ട് പോകുന്നത്. സ്കൂളുകളിൽ കുട്ടികൾ പരസ്പരം ആസൂത്രണം നടത്തി തല്ലുകയും കൊല്ലുകയും ചെയ്യുകയാണ്. റാങ്കിന്റെ പേരിൽ എത്ര അന്യായങ്ങളാണ് നടന്നത്. കുട്ടികൾ പരിശീലനം നടന്നത് അക്രമത്തിനാണോ എന്ന് പോലും നമുക്ക് സംശയം തോന്നുന്നു. വീട്ടിനകത്ത് അക്രമം, അച്ഛൻ അമ്മയെ കൊല്ലുന്നു, അമ്മ അച്ഛനെ കൊല്ലുന്നു, അവർ രണ്ടുപേരും കൂടി മകളെ കൊല്ലുന്നു. അങ്ങനെ കൊലപാതകങ്ങളുടെ നാടായിട്ട് നമ്മുടെ ഈ പ്രദേശം മാറുകയാണ്. രാഷ്ട്രീയക്കാരും സിനിമക്കാരും സാഹിത്യകാരന്മാരും അധ്യാപകരും ഒക്കെ ഒന്നുകൂടി കണ്ണ് തുറക്കേണ്ട കാലഘട്ടമാണിത്. ലഹരി വിരുദ്ധ നിലപാടുകൾ കുടുംബങ്ങളിൽ തന്നെയാണ് ആരംഭിക്കേണ്ടത്. വിദ്യാർത്ഥികൾ ലഹരിക്ക് അടിമപ്പെടുന്ന കാരണങ്ങൾ പലതാണ്. ഒന്ന് അവന്റെ ജീവിത ചുറ്റുപാടാണ്. കൗമാരപ്രായത്തിൽ കുട്ടികൾക്കുണ്ടാകുന്ന അപകർഷതാബോധം, ആത്മവിശ്വാസമില്ലായ്മ, പക്വതയില്ലാത്ത പ്രായത്തിൽ നേരിടേണ്ടി വരുന്ന തിക്താനുഭവങ്ങൾ തുടങ്ങിയ അനേകം കാര്യങ്ങളുണ്ട്. പഠനത്തിന് ഏകാഗ്രത ലഭിക്കാൻ, ഓർമ്മ നിലനിർത്താൻ, പഠനത്തിൽ മുഷിപ്പ് തോന്നാതിരിക്കാൻ തുടങ്ങിയ കാരണങ്ങളില് സപ്ലിമെന്റ് ഫുഡ് പോലെ ഇത്തരം ലഹരികൾ വിതരണം ചെയ്യുന്ന സാമ്പ്രദായിക പദ്ധതികളും നമ്മുടെ വീടുകളിലും കലാലയങ്ങളിലും എല്ലാം ഉണ്ട്. ലഹരി മാഫിയകളെ നിയന്ത്രിക്കാൻ നിയമപാലകർക്ക് പരിമിതിയുണ്ടെന്ന് പലപ്പോഴും നമുക്ക് തോന്നുകയാണ്. കുടുംബ മൂല്യങ്ങൾ തിരിച്ചുകൊണ്ടുവരണം. അയൽപക്ക ബന്ധങ്ങൾ ഊഷ്മളമാക്കണം. കുടുംബത്തിനുള്ളിൽ ഒന്നിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള അവസരങ്ങൾ നമ്മൾ കൂടുതലായിട്ട് തിട്ടപ്പെടുത്തേണ്ടതുണ്ട്. കുട്ടിയുടെ പ്രായവും ജീവിക്കുന്ന കാലവും മനസ്സിലാക്കി വേണം മാതാപിതാക്കൾ പെരുമാറാൻ. ലഹരി മാഫിയ ചുറ്റുമുണ്ട് എന്ന ചിന്ത നമ്മൾ മനസ്സിൽ വേണം.
വഴികാട്ടികളായി നമ്മുടെ അധ്യാപകർ മാറണം, മതാധ്യാപകർ മാറണം, മുതിർന്ന മാതാപിതാക്കൾ മാറണം. ചൂരൽവടി സ്കൂളുകളിൽ നിന്ന് നഷ്ടപ്പെട്ടത് ഇത്തരം അഴിഞ്ഞാട്ടത്തിന് ഒരു കാരണമാകാം. കോടതി പോലും ഇപ്പോൾ അതേക്കുറിച്ച് ദുഃഖിക്കുന്നുണ്ട്. ചൂരൽവടി തിരിച്ചു വരേണ്ടതാണ് എന്നുള്ള ഒരു ചിന്ത അവരുടെ എല്ലാം മനസ്സിൽ കയറി കൂടിയിട്ടുണ്ട്. നിയമപാലകര് ഗൗരവതരമായിട്ട് അവരുടെ ശുശ്രൂഷ നടത്തേണ്ടതുണ്ട്. വൻ മാഫിയ സംഘങ്ങളെ തിരിച്ചറിയാനും പിടികൂടാനും ശിക്ഷിക്കാനും സാധിക്കാത്ത ഒരു രീതിയിലേക്ക് നമ്മുടെ ഭരണ സംവിധാനം മാറുകയാണ്. ഓരോ പോലീസ് സ്റ്റേഷനിലും ജനകീയ സമിതികൾ നാട്ടുകാരുടെ സഹായത്തോടെ നമ്മൾ രൂപപ്പെടുത്തേണ്ടതുണ്ട്. എല്ലാ ഇടവകളിലും ജാഗ്രതാ സമിതികൾ അത്യാവശ്യമാണ്. സോഷ്യൽ മീഡിയകളും സിനിമകളും ഒന്നുകൂടെ അവരുടെ പ്രവർത്തന മേഖലകൾ പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകും. പുരോഗതിയും വിദ്യാഭ്യാസവും സുഖസൗകര്യങ്ങളും നാട്ടിൽ വർദ്ധിച്ചു വന്നപ്പോൾ അവ അത്രയ്ക്ക് വളരേണ്ട എന്ന മട്ടിലാണ് സാമൂഹ്യ വിപത്തുകൾ ക്രമേണ പിടിമുറുക്കിയത്. ഭാവിയിലെ വാഗ്ദാനങ്ങൾ എന്ന് മുതിർന്നവർ കരുതുന്നവരാണല്ലോ യുവജനങ്ങൾ. അവരെ വിഴുങ്ങുന്ന വലിയ ഒരു വിപത്താണ് മയക്കുമരുന്ന്. കുത്തഴിഞ്ഞ ഒരു വ്യവസ്ഥയിലേക്ക്, രക്ഷപ്പെടാൻ പ്രയാസമുള്ള ജീവിത ശൈലിയിലേക്ക് കുട്ടികളെയും യുവജനങ്ങളെയും തള്ളിവിടുന്ന ഒരു വിപത്തായി മാറിയ മയക്കുമരുന്നിന്റെ വിവിധ രൂപങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തന നിരതമാണ്. നമ്മൾ മനസ്സിലാക്കണം. അധ്വാനിച്ച് ജീവിക്കാൻ ഇഷ്ടമില്ലാത്തവർ മയക്കുമരുന്നുണ്ടാക്കുന്ന കൃഷിയിലും മറ്റും ഏർപ്പെടുന്നത് ചില വിദേശ രാജ്യങ്ങളിൽ നിർഭാഗ്യകരമായി പടർന്ന് പിടിച്ചിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങൾ പോലും ഈ ദുസ്ഥിതിയുടെ ഇരകളാണ്. എന്നാൽ ലാഭമല്ല, ഗുണമാണ് ആദായമായി കാണേണ്ടത് എന്ന് ചിന്തിക്കുന്നത് പ്രധാനമായും നമ്മുടെ കർഷകരാണ്, നിങ്ങളാണ്, നമ്മളാണ്. അവരുടെ അധ്വാനം ഗുണത്തെ ലക്ഷ്യമാക്കിയാണ്. ലാഭത്തിന് രണ്ടാം സ്ഥാനതയുണ്ട്. വിഷം ചേർത്ത കാർഷികോൽപ്പന്നങ്ങളിൽ നിന്നുള്ള ലാഭത്തെക്കാൾ പ്രധാനം നഷ്ടം സഹിച്ചും വിഷമില്ലാത്ത വിളവുകൾ ഉത്പാദിക്കുക എന്നതാണ് നിങ്ങളുടെ എല്ലാവരുടെയും അടിസ്ഥാനപരമായ ചിന്ത എന്നെനിക്കറിയാം. സമൂഹം അത് കുറെയെല്ലാം അംഗീകരിച്ചിട്ടുണ്ട്. നിലനിൽക്കുന്ന ആരോഗ്യവും ആത്മസന്തുഷ്ടിയുമാണ് ശരിയായ ആദായം എന്ന ചിന്തയുള്ളവരുടെ മനസാക്ഷിയാണ് നാടിന്റെ യഥാർത്ഥ സമ്പത്ത്. ഇത്തരം ആദർശമുള്ള വ്യക്തികളെയും സ്ഥാപനങ്ങളെയും തിരിച്ചറിയാനും ആദരിക്കാനും നമുക്ക് സാധിക്കണം. നിങ്ങളെല്ലാവരെയുമാണ് ആദരിക്കേണ്ടത്. അതിന് പ്രത്യേകമായിട്ട് നമുക്ക് സൗകര്യങ്ങളില്ലാത്തതുകൊണ്ടാണ് ഈ വാക്കുകൾ വഴി മാത്രം നിങ്ങളെ ആദരിക്കുന്നത്. മദ്യത്തിനും മയക്കുമരുന്നിനും പരസ്യമില്ലാതെ ഉപഭോക്താക്കൾ എത്തുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു പരസ്യവും വേണ്ട. യാതൊരു നിർബന്ധബുദ്ധിയും ആരിൽ നിന്നുമില്ലാതെ ഇത് പാൻഡമിക്കായി പരിഹരിക്കൊള്ളും. പരസ്യം വേണ്ടാത്ത ഏക കാര്യമാണ് മദ്യവും മയക്കുമരുന്നും എല്ലാം. മനസാക്ഷിയുടെ ശബ്ദം, അതിലധിഷ്ഠിതമായ വിമർശനം, ഇവയ്ക്ക് ധാർമ്മിക നീതി സംഹിതകളുടെ പിൻബലവും ഉണ്ടെന്ന് നമുക്കറിയാം. ഗാന്ധിജി ഉപദേശിച്ച സത്യഗ്രഹത്തിന്റെ കാതൽ സത്യം, സ്നേഹം, ആത്മത്യാഗം എന്നിവയായിരുന്നല്ലോ. അവരുടെ ഹിംസയ്ക്ക്
സ്ഥാനമില്ലായിരുന്നു. ഈ സമരരീതി അനുസരിച്ചാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയത്. മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങൾ തുടങ്ങിയതും ഇതേ ആശയത്തിൽ നിന്നായിരുന്നു. ഇന്ന് എവിടെയോ വെച്ചതെല്ലാം കുറെ വഴിമാറി ഒഴുകുകയാണ്. കലകളുടെ കാര്യത്തിലും ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. ദുരന്ത നാടകങ്ങൾ കാണുമ്പോൾ കാണികൾക്ക് വിമലീകരണം, കഥാർസിസ്, പ്യൂരിഫിക്കേഷൻ ഉണ്ടാകണം എന്നാണ് നാടകകർത്താക്കൾ കരുതിയത്. അല്ലെങ്കിൽ ആ ഒരു വീക്ഷണത്തിലാണ് നാടകങ്ങൾ എഴുതിയത്. ഇതേ ചിന്ത തന്നെയാണ് മലയാളത്തിൽ അധികാരങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട ഭക്തി പ്രമേയമുള്ള നാടകങ്ങളിലും സിനിമകളിലും ഉണ്ടായിരുന്നത്. നാടകം എന്നത് പിന്നീട് നാടിന്റെ അകവും കണ്ണാടിയും ആയപ്പോൾ ജനങ്ങളെ വിപുലീകരിക്കുന്ന ലക്ഷ്യമായി ജനങ്ങളെ രക്ഷിപ്പിക്കുന്ന മന്ത്രം മാത്രമായിട്ട് തരം തന്നു. കരുണ, ശാന്തം എന്നീ രസങ്ങളെക്കാളും സാത്വിക ഭാവങ്ങളെക്കാളും മറ്റ് രസങ്ങളും ഭാവങ്ങളും പരിപോഷിപ്പിക്കുന്ന രീതികളും കലാരൂപങ്ങളും വളർന്നു വന്നത് വലിയ മാറ്റമാണ് സമൂഹത്തിൽ മുടക്കിയത്. കാൽപ്പനികത എന്നോ റൊമാൻറ്റിസിസം എന്ന് പറയാവുന്ന പ്രവണതകളും മദ്യ മയക്കുമരുന്നിനെ വാഴ്ത്തുന്ന ഒരു തലമുറയെ സൃഷ്ടിച്ച സാഹിത്യങ്ങളും അവയുടെ ന്യായീകരണത്തിന് സാമൂഹ്യ വ്യവസ്ഥിതികളുടെ കുഴുക്കുത്തുകളെ ഉയർത്തി കാണിച്ചതും വളരെ പേർക്ക് പ്രചോദനമായിട്ടുണ്ട്. കുടുംബങ്ങളിലെ അസ്വസ്ഥതകൾ സഹിക്കാനാവാതെ മദ്യപിക്കാൻ തുടങ്ങിയെന്ന ന്യായങ്ങളും മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെ പുകവലി തുടങ്ങിയെന്ന ന്യായവും കഥകളിലോ നോവലുകളിലോ സിനിമകളിലോ വായിച്ചും കണ്ടും ആയിരക്കണക്കിന് ആളുകൾക്ക് ദുർമാർഗത നൽകിയിട്ടുണ്ട്. ഭക്തനാടകങ്ങളും ഭക്തി ഉണർത്തുന്ന കലാപരിപാടികളും നിറഞ്ഞിരുന്ന ആഘോഷവേളകൾ എത്രയോ ഘട്ടങ്ങളും അവസ്ഥകളും പിന്നിട്ട് ലഹരി കൂത്ത് അഥവാ ഓർജി, മദ്യപാന മഹോത്സവം എന്ന നിലവിലേക്ക് അധപതിച്ചുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് വന്ന ഈ ഘട്ടങ്ങളിലെ സാമൂഹ്യ വിമർശനവും അതിന് വിലകേടാൻ സ്വീകരിച്ച പദപ്രയോഗങ്ങളും ജനമനസ്സുകളിൽ വിഷം പോലെ സംക്രമിച്ച് പടർന്ന ആശ ശൈലികളായി തീർന്നതും ഇപ്പോൾ പഞ്ച ഡയലോഗുകൾ എന്ന് വാഴ്ത്തുന്ന ഒഴിവാക്കാനാവാത്ത ദൂഷക ഭാഷ ശൈലിയായതും മുതിർന്ന തലമുറയെങ്കിലും ആശങ്കയോടെയാണ് കാണുന്നതും മനസ്സിലാക്കുന്നതുമില്ല. ക്രൈസ്തവ കവികൾ നമുക്ക് നൽകിയ വലിയ രത്നങ്ങളും മുത്തുകളും ആർക്കും വേണ്ടാതെ പോയതും വളർന്നു വരുന്ന കുട്ടികളെ അവയുടെ മഹത്വം കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയാതെ പോയതും വലിയ തെറ്റാണ്. കട്ടക്കയും ചെറിയന്മാരുടെയും പ്രവിധാനം ദേവസ്വസാറിന്റെയും ബിനിഞ്ഞാമ്പയുടെയും ഒക്കെ കവിതകൾ ആരാണ് വായിച്ചിട്ടുള്ളത്? ആരാണ് ഇന്ന് ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നത്? ഏത് സമുദായത്തിൽപ്പെട്ടവരുടെയും നല്ല പുസ്തകങ്ങൾ നമ്മൾ വായിക്കണം. രാമവാഴിയും അന്തർജനവും പരനാരായണൻ നായരുമൊക്കെ എഴുതിയ കാര്യങ്ങളുടെ പരിസരത്ത് പോലും നമ്മുടെ കുട്ടികൾ എത്തുന്നില്ല. അതിലേക്കൊന്നും അവരെ ശ്രദ്ധിച്ച് വിടാനായിട്ട് നമുക്ക് സാധിക്കുന്നുമില്ല. ഇക്കാരണങ്ങളാൽ അല്ലെങ്കിൽ സമാനമായ കാരണങ്ങളാൽ കേരളത്തിൽ മദ്യം, മയക്കുമരുന്ന്, രാസമരുന്ന് തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങളുടെ അനിയന്ത്രിതമായ വ്യാപന ശൃംഖലകൾ ശക്തിപ്പെടുകയാണ്. സർക്കാർ അകച്ചു നിർത്തുകയാണ്. മാധ്യമങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ട് എന്നത്
ഒരു ആശ്വാസം തന്നെയാണ്. മദ്യമില്ലെങ്കിൽ മയക്കുമരുന്ന് വ്യാപിക്കും എന്നായിരുന്നു സർക്കാരിന്റെ വാദഗതി. ഇപ്പോൾ മദ്യവും മയക്കുമരുന്നും റെക്കോർഡ് വേഗത്തിൽ വ്യാപകമായി. മദ്യത്തിന്റെ പങ്ക് ഒഴിവാക്കി മയക്കുമരുന്ന് വ്യാപാരികളെ മാത്രം തെളിയിക്കാം, നിയന്ത്രിക്കാം, ശിക്ഷിക്കാം എന്നുള്ള നിലപാടുകളും വിജയിക്കുമോ എന്ന് സംശയമാണ്. വിനോദസഞ്ചാര മേഖലയിലെ മദ്യ നിയന്ത്രണം ആ മേഖലയിലെ ആളുകളെ തകർക്കും, വരുമാനം മരവിപ്പിക്കും തുടങ്ങിയ ചിന്തകളെല്ലാം ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മദ്യമോ മയക്കുമരുന്നോ കഴിക്കാനല്ല ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് വരുന്നത്, കേരളത്തിനെ ആസ്വദിക്കാനാണ്. സർക്കാരിന്റെ നിലനിൽപ്പ് മദ്യ വരുമാനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്ന വാദവും നിരർത്ഥകമാണ്. ഈ മദ്യം മയക്കുമരുന്ന് നിയന്ത്രിക്കപ്പെട്ട കാലഘട്ടത്തിലും അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലും സർക്കാരിന് എത്രയോ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ സമൂഹം, നമ്മുടെ സമുദായം പല കാരണങ്ങളാൽ ബലഹീനമാകുന്നുണ്ട്. നമുക്ക് വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളുമുള്ള ഒരു കാലഘട്ടമാണ്. സഭയുടെ വിശ്വാസവും സമുദായത്തിന്റെ ശക്തിയും തുറന്നു പോകുമ്പോൾ നമ്മുടെ പോലെയുള്ള രൂപങ്ങളിൽ നിന്ന്, സമുദായത്തിൽ നിന്ന് ശക്തി പകരാനും നമുക്ക് ഒന്നിച്ചു നിൽക്കാനും ഒക്കെ സാധിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വഖഫ് 2025 ബില്ല് കഴിഞ്ഞ രാത്രിയിൽ പ്രസിഡന്റ് ഒപ്പുവെച്ച് നിയമമായി. മാസങ്ങൾ നീണ്ട പഠനങ്ങളും ലോകസഭയിലെയും രാജ്യസഭയിലെയും മണിക്കൂറുകൾ നീണ്ട ചർച്ചകളും വാഗ്വാദങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടികളോടും ജനപ്രതിനിധികളോടും ഉള്ള ആലോചനയിൽ നിന്നും വന്ന കാര്യങ്ങളാണ് അവയെല്ലാം. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലും പുറത്തും നടന്ന ചർച്ചകൾ പല ജനപ്രതിനിധികളുടെയും വിലയില്ലായ്മയും അറിവില്ലായ്മയും വെളിപ്പെടുത്തുന്ന കാര്യങ്ങളായിരുന്നു എന്ന് പറയാൻ നമ്മൾ പേടിക്കരുത്. കൊണ്ടുവരുന്ന മാറ്റങ്ങൾ വഖഫിന്റെ തന്നെ കാര്യക്ഷമതയോട് കൂടിയ പ്രവർത്തനങ്ങളിലേക്കാണ് പ്രധാനമായിട്ടും ഊന്നി നിൽക്കുന്നത്. ജനാധിപത്യ തത്വങ്ങൾക്കും രാജ്യത്തിന്റെ നിയമത്തിനും വിരുദ്ധമായ നിലപാടുകൾ തിരുത്തുക എന്നുള്ളതായിരിക്കണം ഏവരുടെയും ഉള്ളിലുള്ള കാര്യം. ഇപ്പോൾ വളരെ പ്രായോഗികവും കാര്യക്ഷമവും കാലോചികവുമായ ജനാധിപത്യ പരിഷ്കാരങ്ങൾ അതിനോട് നമ്മൾ കണ്ടു. എനിക്കതിനെ കുറിച്ച് പറയാനുള്ള നിരീക്ഷണം, ഇത് വഖഫ് ഒരു റിലീജിയസ് വിഷയം മാത്രമല്ല. നമ്മളെ സംബന്ധിച്ച് ഇതൊരു നാഷണൽ ആൻഡ് സോഷ്യൽ വിഷയമാണ്. ദേശീയവും സാമൂഹിക പ്രാധാന്യമുള്ള വിഷയമാണ്. വഖഫ് നിയമത്തിന്റെ ദുരുപയോഗത്തിന്റെയും നിയമങ്ങളിൽ അവ്യക്തതയുള്ളതിന്റെയും മറനീക്കുവാനുള്ളൊരു പരിശ്രമമായിരുന്നു. ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയും പ്രോത്സാഹിപ്പിച്ച് സംസാരിക്കുകയാണ്. നമ്മുടെ CBCയും അവരുടെ ഒരു നിർദ്ദേശം കേരള എംപിമാർക്ക് നൽകിയിരുന്നു. അവർക്ക് വിട്ടു നിൽക്കാമായിരുന്നു, ഒത്തു ചെയ്യാതിരിക്കാമായിരുന്നു. ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് രക്ഷിക്കാമായിരുന്നു. അവർക്ക് പാർട്ടിയുടെ പ്രഖ്യാപിത സ്റ്റാൻഡ് എടുക്കേണ്ടി വന്നു. നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ
ഏതെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ കഴിവില്ലാത്തവരെ പോലെ നമ്മളെപ്പോഴും നിൽക്കുകയാണ്. പരിമിതികൾ അവർക്കുണ്ട്, നമുക്കറിയാം. പക്ഷേ പൊതുരംഗത്ത് വരുമ്പോൾ രാഷ്ട്രീയ മുന്നണിയോടും രാഷ്ട്രീയ സംവിധാനത്തോടും ഉള്ള നമ്മളുടെ കമ്മിറ്റ്മെന്റ് മാത്രം പോരാ. നമ്മുടെ കമ്മിറ്റ്മെന്റ് നമ്മുടെ രാജ്യത്തോടാണ്, ഇവിടുത്തെ ജനങ്ങളോടാണ്, നാനാജാതി മതസ്ഥരോടാണ്. അവർക്ക് ഒബ്ജക്ഷൻ ഓഫ് കോൺഷ്യൻസ് എങ്കിലും ഒന്ന് പറയാമായിരുന്നു. മനസാക്ഷി എന്നുള്ളത് മുകളിൽ നിന്ന് മാത്രം ഇറങ്ങി വരുന്ന ഒരു കാര്യമല്ല. മൈനോറിറ്റികളുടെ സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. നമ്മൾ അതിൽ പെടുന്നവരാണ്, ഒരു സംശയവുമില്ല. പക്ഷേ അക്രമങ്ങൾ അഴിച്ചുവിടുന്നതും തിന്മകളെ പ്രോത്സാഹിപ്പിക്കുന്നതും ഒരിക്കലും ശരിയല്ല. ആരെയും നമ്മൾ സംരക്ഷിക്കുകയോ അല്ലെങ്കിൽ സംസാര വിഷയമാക്കുകയോ ചെയ്യുന്നത് രാഷ്ട്രീയത്തിന്റെ പേരിൽ. ഭരണഘടനാ മാറ്റങ്ങൾ എളുപ്പത്തിൽ കൊണ്ടുവരണമെന്ന് ആരും പറയുന്നില്ല. പക്ഷേ ഈ രാജ്യത്തുള്ള ഇൻജസ്റ്റിസിനെ എതിർക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അനീതി അതുപോലുള്ള മറ്റ് വർഗീയവൽക്കരണവും ഒക്കെ നടക്കുമ്പോൾ അത് വലിയ പ്രയാസത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നു. ഈ അനീതി ഈ രാജ്യത്തെ ഹൈന്ദവരെയും ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. ഒരു ജനതയെ ഇൻസെക്യൂരിറ്റിയിലേക്ക് തള്ളിവിടുകയാണ്. നമ്മളവിടെ എടുക്കേണ്ട മാർഗം അതിനെ തർക്ക വിഷയമായിട്ട് എടുക്കുകയില്ല. വളരെ ഞങ്ങളോട് പറയുകയാണ്, വളരെ ഇൻഫ്ലുവൻഷ്യലായ ഒരു സമുദായമാണ് നമ്മൾ. അംഗബലം കുറവായിരിക്കുക. സമുദായത്തിന്റെയും സഭയുടെയും രാജ്യത്തിന്റെയും കാര്യത്തിൽ നമുക്ക് നിർണായകമായ പങ്കുവഹിക്കാനുണ്ട്. വോട്ട് വഴി പലരെയും ജയിപ്പിക്കാൻ നമുക്ക് സാധ്യമല്ലെങ്കിൽ മൂല്യാധിഷ്ഠിത ധാർമ്മിക സ്വാധീനം വഴി പലരെയും തോൽപ്പിക്കാൻ ഇപ്പോഴും നമുക്ക് കഴിയും. അതാണ് സഭയുടെ സമുദായത്തിന്റെ കരുത്ത് എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ടത്. സഭയുടെ സമുദായത്തിന്റെ ശക്തി അതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അമിതമായ പ്രഘോഷണം നമ്മൾ ഒരിടത്തും നടത്തേണ്ടത്. മുൻകാലങ്ങളിൽ അധിനിവേശം എന്നത് യുദ്ധമുറ വഴിയായിരുന്നുവെങ്കിൽ ഇന്ന് ജനാധിപത്യ രാജ്യത്ത് ജനദ്രോഹ നിയമങ്ങളുടെ രൂപത്തിലാണ് വരുന്നത്. വഖഫ് നിയമം മുസ്ലിങ്ങളെയും എത്രയോ പേരെ വിപരീതമായി ബാധിക്കുന്നു. മുൻപത്ത് പോലും നൂറുകണക്കിന് കുടുംബങ്ങളവരാണ്. ഈ രാജ്യത്തിന്റെ നാനാഭാഗത്തും അവരെയും ഇത് വളരെ നെഗറ്റീവായി ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് നാഷണൽ വിഷയമാണ്, ഇത് സോഷ്യൽ വിഷയമാണ്. അതൊരു റിലീജിയസ് വിഷയമായിട്ട് മാത്രം അതിനെ കണ്ട് ഒതുക്കി നമ്മൾ മാറ്റി നിർത്തരുത്. പൗരാവകാശം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുകയും ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ മഹത്വം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളുടെ സമുദായം വളരുന്നത്, അല്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. മദ്യത്തിലൂടെയും മയക്കുമരുന്നിലൂടെയും നമ്മൾ വളരെയേറെ ബലഹീനമായി പോയി. നമുക്ക് ഈ രാഷ്ട്രത്തിൽ മൈനോറിറ്റികൾക്ക് തീരുമാന അവകാശങ്ങളും സംവിധാനങ്ങളുമുണ്ട്. അത് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഞാൻ ഇതിന്റെ മറുവശവും പറയുകയാണ്, ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണങ്ങൾ ഒരു തരത്തിൽ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. ജബൽപൂരിൽ മധ്യപ്രദേശത്ത് ക്രൈസ്തവ വിശ്വാസികളെയും പുരോഹിതരെയും ഒരു സഭകൾക്ക് മുമ്പിൽ വേണ്ട ഇടയെടുപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ ബലഹീനമാണ്.
നമ്മളെ മറ്റുള്ളവരെ ചവിട്ടുന്നതും തൊഴിക്കുന്നതും എറിയുന്നതും എല്ലാം ഈ കാരണം കൊണ്ടാണ്. സമൂഹത്തിൽ നമ്മൾ ശ്രമിക്കുന്നത് സുരംഗവാദ സഭയില് അതിനെ തിട്ടപ്പെടുത്തുന്ന ശാശ്വതമായ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ്, ഫൗണ്ടേഷൻ സ്റ്റോൺസ് തമ്മിൽ അടുപ്പമില്ലാത്തതുപോലെ നിൽക്കുന്ന കാര്യവും നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മള് ആരാധനക്രമത്തില്, ദൈവശാസ്ത്രത്തില്, പാരമ്പര്യത്തില് നമ്മുടെ സൈനികയൊക്കെ പിടിച്ചു നിൽക്കാൻ മനസ്സിലാകും, അത് പഠിക്കാൻ തയ്യാറില്ലാതെ നമ്മൾ നിൽക്കുകയും വിഭജിക്കപ്പെട്ട് അനൈക്യത്തിൽ നമ്മൾ കഴിയുകയും ചെയ്യുമ്പോൾ നമുക്ക് പുതിയ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിച്ച് സ്വർഗത്തിലെത്താമെന്ന് കരുതുന്നത് ഒന്നും നടക്കാൻ പോകുകയില്ല. ഞാൻ അർത്ഥമില്ല. ആദ്യം നമ്മുടെ സഭയ്ക്കുള്ളിലെ അകൽച്ചകൾ മാറട്ടെ. അപ്പോൾ ഞാൻ പറയുന്നു, ഏത് രാഷ്ട്രീയ പാർട്ടിയും നമ്മളെ അനുസരിച്ച് നമുക്ക് ഐക്യത്തിൽ നിൽക്കാൻ സാധിച്ചാൽ, ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ സാധിച്ചാൽ, ഊനം എന്ന് നിശ്ചയം പറയുള്ളൂ, ഒരേ ഹൃദയത്തോടെ നിൽക്കാൻ സാധിച്ചാൽ, ഒറ്റ സ്വരത്തിൽ ഈ സമുദായത്തിന്റെ ആവശ്യങ്ങൾ പറയാൻ സാധിച്ചാൽ ആരും നമ്മളെ ഭീഷണിപ്പെടുത്തുകയും നമ്മളൊരു പുത്തൻ രാഷ്ട്രീയ പാർട്ടിയും കണ്ടിട്ട് ഒരിടത്തോട്ട് പോകുന്ന കാര്യം ആവശ്യക്കാരെല്ലാം ഈ സഭയുടെ കാര്യസ്ഥന്മാരുടെ അടുത്ത്, നിങ്ങളുടെ അടുത്ത്, നമ്മുടെ അടുത്ത് വന്ന് ആവശ്യങ്ങൾ പറയും. നമ്മുടെ കാര്യങ്ങൾ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ മേൽ കയറ്റിവെച്ച് ഇവിടെ 100 കണക്കിന് പാർട്ടികളുള്ള സ്ഥലത്ത് നമ്മൾ അതിലേക്ക് ഇടപെട്ട് അതൊക്കെ ചുമ്മാ അന്യായങ്ങൾ പറയുന്ന പോലെ അതിലേക്ക് പോകുന്നത്. നമ്മുടെ ശീലീകരണം നമ്മൾ മാറ്റിയെടുക്കണം. നമ്മളെ കാണുമ്പോൾ ദൈവത്തെ കൊണ്ട് പറയുന്ന ഒരു ജനമാണിത് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകണം. അപ്പോഴാണ് നമുക്ക് ഈ രാജ്യത്ത് മഹത്വമുള്ള ഒരു സമൂഹമായിട്ട് ജീവിക്കാനും പെരുമാറാനും സാധിക്കുന്നത്. അല്ലാതെ കിട്ടുന്ന കാര്യങ്ങൾ എന്താണ്? കാട്ടുകൊഴിനെയും കാട്ടുണ്ണിയും വെടിവെച്ച് പിടിച്ചു നിന്നാൽ നമുക്ക് സാധിക്കണം. ഇതൊക്കെ എത്രയും നിസ്സാരമായ കാര്യങ്ങളാണ്. നമുക്ക് കണ്ടെത്തേണ്ട ഈശോയിലുള്ള ഐക്യം, സഭയിലുള്ള ഐക്യം, ഈ നസ്രാണി സമൂഹത്തിന്റെ ആ കരുത്ത് നമ്മൾ പുനഃപ്രതീക്ഷിക്കേണ്ടതുണ്ട്. അത് നമ്മൾ ഓരോരുത്തരും നമ്മൾ തയ്യാറാകണം. അപ്പോഴാണ് നമുക്ക് ഈ വിശാല ലോകത്തില് ഈ നേഷൻ ഇന്ത്യ എന്ന ആ ഒരു വലിയ ഒഴുക്കിൽ, ആ ഒരു വിസ്താരത്തിൽ നമ്മളുടെ സാന്നിധ്യം ഉണ്ടാകുന്നത്. വെറുതെ പൊളിറ്റിക്കൽ ജിംനാസ്റ്റിക്സ് കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നു. ഒന്നും വെറുതെ ഇങ്ങനെ നമ്മൾ ഓരോ കുത്തുവഴികൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പൊളിറ്റിക്കൽ ജിംനിക്സ് എപ്പോഴും നമ്മളെ വഴി മുട്ടിച്ചിട്ടേ വെറും ജിംനിക്സാണ്. കരുത്തുള്ള സമുദായമായിട്ട് നമ്മൾ മാറട്ടെ. അതിനുവേണ്ടി നമ്മൾ സംസാരിക്കണം. അപ്പോൾ ഈ ഭാരതത്തിൽ നമ്മളുടെ കൃത്യമായ സ്ഥാനവും മഹത്വവും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നമ്മളിവിടെ മദ്യത്തിന്, മയക്കുമരുന്നിന്, ലഹരിക്ക് എല്ലാം എതിരായിട്ട് സംസാരിക്കുന്ന ഈ അവസരത്തിൽ ഈ ജോലിയുടെ ഹൃദയം പോലെ ഓടിയെത്തിയ നിങ്ങളോട് ഞാൻ നമ്മളുടെ സമുദായത്തിന്റെ, സമൂഹത്തിന്റെ 1-2 കുഞ്ഞു കാര്യങ്ങൾ കൂടെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് വലിയൊരു പങ്ക് ഈ രാജ്യത്ത്, നമ്മുടെ സഭയിൽ, നമ്മുടെ സമുദായത്തിൽ, അതുവഴി സംശുദ്ധമായ രാഷ്ട്രീയത്തിൽ എല്ലാം നമുക്ക് നൽകാനുണ്ട്. വളരെ വളരെ വിഷമിച്ചാണെങ്കിലും നമുക്കറിയാം, KCM ഈ കാര്യത്തിൽ ഒരു മിഡിൽ പൊസിഷൻ എടുത്ത് ഒരിടത്തെ കാര്യത്തിന് വേണ്ടി എങ്കിലും സംസാരിച്ചു. എളുപ്പമാണ് നമുക്കറിയാം. നമ്മൾ വിപ്പിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ മുന്നണിയിൽ നിൽക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾക്ക് എതിരായിട്ട് പറയുക എന്നത് പ്രായോഗികമായ വിഷമമാണ്. പക്ഷേ നമ്മൾ ആരാണെന്നും നമ്മുടെ വിശാലമായ ഈ രാജ്യത്തിന്റെ ശ്രേഷ്ഠത എന്താണെന്നും നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ അറിയുമ്പോഴാണ് രാഷ്ട്രീയത്തിനും സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും കൂടുതൽ അർത്ഥമുള്ളത് എന്നൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ മഹാസമ്മേളനം വിളിച്ചു കൂട്ടുവാനായിട്ട് വളരെയേറെ അധ്വാനിച്ചവരാണ് ഷാരിയച്ചനും വിശാലിനുടെയും ഇവിടെ സ്റ്റേജിൽ ഇരിക്കുന്ന മറ്റു വൈദികരുമായ സഹോദരങ്ങളും എല്ലാം വലിയൊരു കുടിവരവാണിത്. കരുത്തു പകർന്ന ഒരു കുടിവരവാണിത്. ഒരു ജ്വാല ആണ് നിങ്ങൾ കൊണ്ടുവന്നത്. ആ ജ്വാല കത്തി പടരണം.
അത് നമുക്ക് നല്ല വിജിലൻസ് സെല്ലായിട്ട് ജാഗ്രത സമിതികളായിട്ട് നിങ്ങൾ 271 ഇടവകളിൽ പ്രവർത്തനക്ഷമമാകുമ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷകൾ നൽകും. എല്ലാവരെയും പരിശുദ്ധ സ്വാമിക്ക് സമർപ്പിച്ച്